ഞാൻ മോളിൽ കൊടുത്ത കാൽക്കുലേഷൻ നോക്കിയേ. ഒരു കൊല്ലം ചായക്കും കടിക്കും വേണ്ടി മാത്രം തിന്നെടുത്ത പൈസയാ. ഏത് റിച്ച് നോക്ക്. ഇത് ചായക്കും കടിക്കും മാത്രം. ഇനിയിപ്പം മന്തിയുടെയും ബിരിയാണിയുടെയും കണക്കും കൂടി എടുത്താണ്ടല്ലോ വില കുത്തനെ കൂടും. ഇവിടെ ചിലവന്മാര് ലക്ഷങ്ങളൊക്കെയാണ് ഒരു കൊല്ലം തിന്നീർത്തിക്കുന്നത്. ഏത് റിച്ച് നോക്ക്. ഛേ! ഇനി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. മോളിൽ കൊടുത്ത കാൽക്കുലേഷൻ തെറ്റാ. ഒരു കുറച്ച് പൂജ്യമൊക്കെ ഇതാണ് അതിന്റെ കറക്റ്റ് കാൽക്കുലേഷൻ. ഇതാണ് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ കാണുന്നതൊന്നും കണ്ണടച്ച് ആരും വിശ്വസിക്കില്ലേ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എവിടെ. ആരെങ്കിലും നോക്കിയിട്ടുണ്ടാവും. ചില ബുദ്ധിയുള്ളവരൊക്കെ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ നോക്കേണ്ടവരുണ്ടല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിൽ കുറച്ചെങ്കിലും കുറച്ച് സേവ് ചെയ്ത് വെച്ചാണെങ്കിൽ ഇപ്പം എത്ര കാര്യം ഉണ്ടാവുന്നത്. ആരും സേവ് ചെയ്യാൻ മുകളിൽ എന്നാലും കാര്യം പറയാലോ. സേവ് ചെയ്ത് വെച്ചാണ്ടല്ലോ കയ്യിൽ കുറച്ച് പൈസ നിൽക്കും. അനുഭവം കൊണ്ട് അങ്ങോട്ട് പറയാം. ഒരു അത്യാവശ്യ സമയത്തൊക്കെ 10,000-10,000 ഒന്നും കിട്ടില്ല. എന്നാലും ഒരു മന്തി കഴിക്കാൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും നടക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും കയ്യിലൊക്കെ പൈസ നിന്നാൽ അപ്പം ചിലവാക്കുന്നത് എവിടെ സേവ് ചെയ്ത് വെക്കുന്നത്. ഞാൻ 2 ഓപ്ഷൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊടുക്കും. അപ്പോൾ കറക്റ്റ് അങ്ങ് സേവ് ചെയ്ത് വെക്കും. ആവശ്യം വരുമ്പോൾ കുറച്ച് പൈസ സ്പോട്ടിൽ നിങ്ങൾ അയച്ചു തരും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൽ ഓട്ടോ പേ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോ പേ എനേബിൾ ചെയ്ത് വെച്ചാൽ ദിവസം അങ്ങനെ 10-15 വെച്ച് പോകും. ഫസ്റ്റത്തെ ആവശ്യം പോയിട്ട് ആരും 500 100 കൊണ്ട് ഇടണ്ട. ഒരു 10-15 മാത്രം ഇട്ടാൽ മതി. അതാണ് കുറച്ചുകൂടി സേഫ്. പിന്നെന്ന് പറയുന്നത് നമ്മൾ ഇടുന്നത് ഗോൾഡിലായതുകൊണ്ട് തന്നെ എന്താ ഗോൾഡ് വില കൂടുന്നതനുസരിച്ച് നമുക്ക് അതിലും പൈസ കിട്ടും. ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് ഒരു മന്തി കഴിക്കാനുള്ള പൈസയാണ് അതിന് കിട്ടിയത്. ആപ്പ് അതൊന്നല്ല, ജാർ പറഞ്ഞൊരു ആപ്പിൽ അത് ഇട്ടിരിക്കുന്നത്. ആപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ 2 അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് നൈസിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരാം. പൈസ സേവ് ചെയ്തോ, കുറച്ചങ്ങോട്ട് റിച്ച് ആവട്ടെ. റിച്ച് ആയില്ലെങ്കിലും അത്യാവശ്യത്തിനെങ്കിലും ആവശ്യം വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അഡ്വൈസറൊന്നും അല്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ കൂടി സേവ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്നും പറയല്ലേ പ്ലീസ്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സേവ് ചെയ്തൊന്നല്ല, എന്തായാലും നോക്കി നോക്കി. ഈ ആപ്പ് നല്ലതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് ചെയ്ത് നോക്കിയോ. പിന്നെ നിങ്ങളുടെ ഫുഡിന് വേണ്ടി ഒരു കൊല്ലം മാറ്റി വെച്ച് നിങ്ങളുടെ ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട. യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.